നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണെങ്കിലും ശരി, അതായത് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഇനി ഭർത്താവാണെങ്കിലും അല്ല വീട്ടിൽ വേറെ ആരെങ്കിലുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിലും ഇനി അഥവാ സുഹൃത്തുക്കളാണെങ്കിലും അതല്ല നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മളെപ്പോഴും മാറ്റി നിർത്തുകയാണ്, നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും ഇനി മരുമകളും മകനും പിണങ്ങിയിരിക്കുകയാണെങ്കിലും ഇനി നമുക്കറിയുന്ന വ്യക്തികൾ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിലും അതല്ല തീവ്രമായ പ്രണയബന്ധത്തിൽപ്പെട്ട് കിടക്കുന്നവരാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പേരിൽ അവർ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു താന്ത്രിക രീതിയിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ വശ്യപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഈ വശ്യം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തെറ്റായ ഒരു ചിന്താഗതിയാണ് മുന്നോട്ട് പോകുന്നത്. പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. നേരായ മാർഗത്തിലൂടെ നമ്മൾ നമ്മുടെ ആ ഒരു സ്നേഹം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ വശ്യരീതി എന്ന് പറയുന്നത്. തെറ്റായ രീതികളിലൂടെ വശ്യപ്പെടുത്തി കൊണ്ടുവന്ന് നമുക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയെ വശ്യപ്പെടുത്തുന്ന രീതിയല്ല ഞാനിവിടെ പറയുന്നത്. അത് വളരെയധികം തെറ്റാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനും നമ്മൾ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതേ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ടാകും. എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് അവർ ഒരുപാട് ദിവസങ്ങൾ സംസാരിക്കാതിരിക്കുന്നുണ്ടാകും. അത് അവരിൽ വളരെ വലിയ ഒരു അകൽച്ച സൃഷ്ടിക്കും. അത് പിന്നീട് വേറെ ഏതെങ്കിലും കാരണത്തിലേക്ക് കൊണ്ട് എത്തിക്കും. പിന്നീട് വേർപിരിയൽ എന്നുള്ള ആ ഒരു അവസാന വാക്കിലേക്ക് വന്നെത്തും. ഇങ്ങനെ പലരുടെയും ജീവിതം താറുമാറാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ഇനി വീട്ടിലെ മറ്റാരെങ്കിലും ആണെങ്കിലും ഇനി അഥവാ അതല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ വേണ്ടി നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ചെറിയ ഒരു കാര്യത്തിന് പേരിൽ നമ്മളുമായിട്ട് വഴക്കിട്ടിരിക്കുകയാണ്. എത്ര ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല, എത്ര കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും അവർ അത് കൺവിൻസ് ആവുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും ശ്രമിച്ചു നോക്കേണ്ട ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മളോട് സംസാരിക്കാതാകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. നമുക്ക് സമാധാനത്തിൽ ഉറങ്ങുവാൻ സാധിക്കില്ല, ഭക്ഷണം കഴിക്കുവാൻ സാധിക്കില്ല, എവിടെയെങ്കിലും യാത്ര പോകുവാൻ സാധിക്കില്ല തുടങ്ങിയ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേ സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മളോട് എപ്പോഴും പോലെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഉണ്ടാകും. എങ്കിലും അതെല്ലാം ഉടൻ തന്നെ മാറിക്കിട്ടുകയും സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടാകും. അത് നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്നതുമായിരിക്കും. ഇങ്ങനെയുള്ള ആ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതാരാണെങ്കിലും ശരി, അവരുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു താന്ത്രിക രീതിയാണ് ഇത് മുഴുവനായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും പരീക്ഷിക്കാം. ഇനി ഇത് എത്ര ദിവസം ചെയ്യണം? വെറും ഒരൊറ്റ ദിവസം. നിങ്ങളുടെ കണ്ണിൽ എന്നാണോ ഈ വീഡിയോ വന്നു പെടുന്നത് ആ ഒരു ദിവസം മാത്രം ഇത് ചെയ്താൽ മതിയാകുന്നതാണ്. ഒരുപാട് ദിവസങ്ങൾ ചെയ്യണമെന്നില്ല, അവരെക്കുറിച്ച് ഒരുപാട് നേരം ചിന്തിച്ചിരിക്കണമെന്നില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഒരു ദിവസത്തിൽ നിങ്ങൾ എപ്പോഴാണ് ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം 7 മണി മുതൽക്ക് രാത്രി 12 മണി വരെയുള്ള സമയത്ത് ശാന്തമായ സ്വസ്ഥമായ മനസ്സോടുകൂടി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്കിത് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം എന്നൊന്നും കരുതി നിങ്ങളിത് ട്രൈ ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നു, എന്നെ വിശ്വസിക്കണമെന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്യാം. രാത്രി 7 മണി മുതൽക്ക് രാത്രി 12 മണി വരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുക്കളകളിലെല്ലാം ഉണ്ടാകുന്ന 2 ഗ്രാമ്പു, നല്ല രീതിയിലുള്ള 2 ഗ്രാമ്പു മാത്രമാണ് നമുക്ക് ആവശ്യം. ആ 2 ഗ്രാമ്പു എടുക്കുക. പിന്നീട് ഇത് പൂജാമുറിയിൽ കയറണമെന്നോ അതുപോലെ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള തീവ്രമായ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 2 ഗ്രാമ്പു എടുത്തു. ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മളെ ആരും ആ സമയത്ത് വന്ന് വിളിക്കാനോ ശല്യപ്പെടുത്താനോ പാടില്ല. ഈവൻ ഫോൺ പോലും നിങ്ങൾ സൈലൻറ്റോ സ്വിച്ച് ഓഫ് ആക്കി വെക്കാനോ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ 2 ഗ്രാമ്പു എടുത്തിട്ട്
തെക്കു ദിശ നോക്കി ഒഴികെ ബാലൻസ് ഏത് ദിശ വേണമെങ്കിലും നോക്കി താഴെ തറയിൽ ഒരു തുണി വിരിച്ചിരിക്കുക. നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ഈ 2 ഗ്രാമ്പുവും ഉണ്ടായിരിക്കേണ്ടതാണ്. വലത് ഉള്ളം കയ്യിൽ ഈ 2 ഗ്രാമ്പുവും വെച്ച് നമ്മുടെ കൈകൾ ക്ലോസ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മുഖം മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനു മുന്നേ നമ്മളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കേണ്ടതാണ്. പിന്നീട് നിങ്ങൾ ആ ആളുമായിട്ട് ഉണ്ടായിരുന്ന സന്തോഷപരമായ നിമിഷങ്ങളെയും ദിവസങ്ങളെയും നിങ്ങൾ ഓർത്തെടുക്കുക. ഇതിൽ ഏതൊരു ഭാഗത്തും നിങ്ങളും അവരും തമ്മിൽ പിണങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നിങ്ങൾ അവരുമായിട്ട് എന്തെല്ലാം സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ കഴിഞ്ഞു ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ആ ഒരു ഉപബോധ മനസ്സിൽ അവരുടെ മുഖം ക്ലിയറായിട്ട് വരും. അതിന് കുറച്ച് സമയമെടുക്കും. ഒരു അരമണിക്കൂർ സമയമാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ വളരെ പതുക്കെ അവരുടെ ആ മുഖമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്നത് പോലെയും നമ്മൾ എവിടെയെല്ലാം പോകുന്നു, ഒരു കോഫി ഷോപ്പാണെങ്കിലും കോഫി കുടിക്കാൻ പോകുന്നു, ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, ഇനി അഥവാ നമ്മൾ വേറെ ഏതെങ്കിലും ട്രിപ്പിന് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുവരിക. പിന്നീട് അവരുടെ പേരെന്താണ്, മുഴുവനായിട്ടുള്ള പേര്, അതായത് ശരിയായ പേര്. ചിലർക്ക് വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടാകും, ശരിക്കലും ഒരു പേരുണ്ടാകും. നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേര് ഇവിടെ പറയുകയേ വേണ്ട, ശരിക്കലുമുള്ള അവരുടെ പേര്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗിരീഷ് കുമാർ എന്നുണ്ടെങ്കിൽ ഗിരീഷ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗിരീഷ് എന്ന് പറയരുത്, ഗിരീഷ് കുമാർ എന്ന് തന്നെ പറയാം. പിന്നീട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു താന്ത്രികത്തോടുകൂടിയുള്ള ഈ മന്ത്രവാക്ക് പറയാം. ഓം ക്ലീം ഗിരീഷ് കുമാർ വശി വശി, അല്ലെങ്കിൽ ഓം ക്ലീം ധന്യ വശി വശി, ഓം ക്ലീം രമ്യ വശി വശി എന്നിങ്ങനെ എന്താണോ പേര് അത് നമ്മൾ പേരെഴുതിയിരിക്കുന്ന സ്ഥലത്ത് പറയേണ്ടതാണ്. ഇങ്ങനെ ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് തുടർച്ചയായിട്ട് പറയാം. എണ്ണമൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമേ ഇവിടെ ഇല്ല. നമ്മുടെ മനസ്സിൽ നിന്നും അവരുടെ മുഖം മാറുന്നത് വരെയും നമുക്ക് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രവാക്ക് അല്ലെങ്കിൽ ഈ ഒരു വാക്ക് നമുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ വളരെ പതുക്കെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഈ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ച വ്യക്തി നമ്മുടെ ആ പിണക്കങ്ങൾ മാറി നമ്മളോട് വന്ന് സംസാരിച്ചതിന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തണം. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിച്ചു, അവരുമായിട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിലുള്ള ആ 2 ഗ്രാമ്പുവും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മുടെ തലയ്ക്ക് 3 തവണ ഒഴിഞ്ഞതിനു ശേഷം ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ബാഗുകളിൽ അല്ലെങ്കിൽ പേഴ്സുകളിൽ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും സൂക്ഷിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാം, അല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഒരു ദിവസം മാത്രം ഇത് നിങ്ങൾ ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ അവരോട് വിളിക്കുകയോ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയോ അവർ വിളിച്ചിട്ടുണ്ടോ അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യുകയോ വേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് അവർ നിങ്ങളെ ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും ഒരുപാട് കാലമായിട്ട് പിരിഞ്ഞിരിക്കുന്നവർ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടിയെങ്കിലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചെയ്തു കഴിഞ്ഞ ഉടനെ ചിലർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും. ഇനി അഥവാ വലിയ വലിയ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനകം നിങ്ങൾക്ക് അവരുടെ ഫോൺ കോൾ അല്ലെങ്കിൽ അവരെ കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങൾ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള മെത്തേഡുകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നത്.
പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പണം മാത്രമല്ല, സ്നേഹം, സന്തോഷം, സമാധാനം, ആരോഗ്യം എന്നിവയെല്ലാം വേണം. അപ്പോൾ അതിനു വേണ്ടിയും ഇതുപോലുള്ള ഓരോ വീഡിയോകൾ ഞാൻ ഇടയ്ക്കിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളിത് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇനി അഥവാ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ എങ്കിലും അവരോട് നമുക്ക് ആ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണെങ്കിലും സാരമില്ല. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം പൊക്കോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു പോയി, നമുക്ക് ഇനി ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളിത് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഫോൺ നോക്കണമെന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നോ ഡിസ്കസ് ചെയ്യണമെന്നോ ഞാനിവിടെ പറയുന്നില്ല. ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞ ഉടൻ കഴിവതും കിടന്നുറങ്ങുവാനായിട്ട് ശ്രമിക്കുക. അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ആ പോസിറ്റിവിറ്റി നമ്മളിൽ തന്നെ നിലനിൽക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം പെട്ടെന്ന് നിറവേറ്റി തരുവാൻ സാധ്യതകൾ കൂടുതലാണ് എന്നുമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉടനെ കിട്ടും. അത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, മണി അട്രാക്ഷൻ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.